നമ്മൾ ഓടിക്കുവാണെങ്കിൽ പോലും നല്ല സ്മൂത്താട്ടോ, ഇരിക്കാനൊക്കെ ആണെങ്കിലും അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ബൈക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ബൈക്ക് റിവ്യൂ ആണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പം ഇപ്പോൾ ഏകദേശം ഒരു 2 വർഷം അടുത്തായി. അപ്പം ഈ വണ്ടിയുടെ മൈലേജും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കാണാം. But let's see the video. ഗൈസ്, അപ്പോൾ നമ്മൾ റിവ്യൂ എടുക്കാനായിട്ട് റോട്ടിലോട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ദൂരം നമ്മൾ കയറിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വണ്ടി ഞാൻ എടുത്തത് കഴിഞ്ഞ 1 വർഷം ആവുന്നതേ ഉള്ളൂ. അപ്പം എനിക്ക് കിട്ടുന്ന മൈലേജ് എന്ന് പറഞ്ഞാൽ 55 മൈലേജാണ് ഈ വണ്ടിക്ക് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ വണ്ടിയുടെ ഒരു റിവ്യൂ എടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ പുതിയ FC-യുടെ പുതിയ ഒരു വണ്ടിയാണ്. വണ്ടിയുടെ പേര് ഇവിടെയുണ്ട്, FC-X എന്നാണ് ഈ വണ്ടിയുടെ പേര്. അപ്പം ഇതൊക്കെയാണ്. അപ്പം ഇതിൻ്റെ ടാങ്ക് വരുന്നത് മെറ്റൽ ടാങ്കാണ്. പിന്നെ ഫ്രണ്ടിൽ ഒരു മെറ്റൽ ക്രാഷ് കാർഡുണ്ട്. പിന്നെ ഇവിടെ ഇതും മെറ്റലാണ് വരുന്നത്. പിന്നെ 150 ഉള്ളൂ CC. കണ്ടു കഴിഞ്ഞാൽ 155 കാണുമെന്നൊക്കെ തോന്നും. ഓക്കെ, വന്നിട്ട് 2 മീറ്ററുണ്ട്. ഒന്ന് മറ്റേ സ്പീഡ് മീറ്ററും പിന്നെ ഒന്നും 2 സ്പീഡ് മീറ്റർ തന്നെയാണ്. പിന്നെ ഇവിടെ ഒരു ഫ്യൂവൽ മീറ്ററുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ ജസ്റ്റ് ഈ ഒരു സ്വിച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് മാറ്റാൻ പറ്റും. സമയമുണ്ട്, കിലോമീറ്ററുണ്ട്, ട്രിപ്പ് മോഡ് എന്ന് പറഞ്ഞ 2 മോഡുണ്ട്. പിന്നെ ഇത് വന്നിട്ട് എൻജിൻ സ്വിച്ചാണ്. പിന്നെ ഇവിടെ നമുക്ക് സെപ്പറേറ്റ് വണ്ടിയിൽ നിന്ന് ചാർജ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ 155 CC ഒക്കെ ഉണ്ടെന്ന് നമുക്ക് തോന്നും. അത്രയും ഇല്ല, 150 ഉള്ളൂ. വണ്ടി ലുക്ക് കണ്ടു കഴിഞ്ഞാൽ നല്ല വലിപ്പമൊക്കെ തോന്നും കേട്ടോ. പിന്നെ ഇത് ബാസും കാര്യങ്ങളും, ഓണ്, പിന്നെ ഡിമ്മും ബ്രൈറ്റൊക്കെ. മൈലേജ് വന്നിട്ട് എനിക്കിപ്പോൾ ഏകദേശം അടുത്ത് 55 അടുത്ത് മൈലേജ് കിട്ടുന്നുണ്ട് ഈ വണ്ടിക്ക് കേട്ടോ. നമുക്ക് മൈലേജ് ടെസ്റ്റ് അടുത്ത വീഡിയോയിൽ കാണാം. ഗായ്സ്, അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ലുക്കാണ്. അപ്പം നമ്മുടെ ലൈറ്റ് നമ്മൾ വണ്ടി ഓൺ ആക്കിയിട്ടേക്കുവാണ്. അപ്പം ഫ്രണ്ടിലത്തെ ലൈറ്റ് സർക്കിൾ ടൈപ്പിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ MD-യുടെ കൂട്ട് ഫ്രണ്ട് ഒരു ലൈറ്റൊക്കെ ഇവിടെയുണ്ട്. ഇതാണ് മെയിൻ ലൈറ്റ്. ഇത് നമുക്ക് ബാസും ഒക്കെ യൂസ് ചെയ്യാനുള്ളൊരു ലൈറ്റും കൂടിയാണ്. പിന്നെ ജസ്റ്റ് ഞാൻ ഈ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം ബാക്കി. അപ്പോൾ ഇതിൻ്റെ ലൈറ്റിൻ്റെ പവർ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ വണ്ടി ഓണാക്കി കഴിയുമ്പോൾ ആ ഫ്രണ്ടിലത്തെ റെഡ് ലൈറ്റ് കുറച്ച് മങ്ങിയിട്ട് മറ്റേ മെയിൻ ലൈറ്റ് കത്തും. ഇപ്പോൾ മെയിൻ ലൈറ്റ് ഓണായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് ബാസ് അടിക്കണമെങ്കിൽ ഡിമ്മാക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ബാസ് അടിക്കാൻ സാധിക്കും. നമുക്ക് ഓടിക്കുമ്പോൾ മാത്രമായിട്ടോ മറ്റേ മെയിൻ ലൈറ്റ് തെളിയത്തുള്ളൂ. പിന്നെ സാരി ഗാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വണ്ടിക്ക്. എല്ലാ സാധനങ്ങളും നല്ല രീതിയിലുണ്ട്. സ്റ്റാൻഡൊക്കെ ആണെങ്കിൽ പോലും ബെറ്ററാണ്. 2 സൈഡിലും ഡിസ്ക്കാണ്. ഓക്കെ, പിന്നെ കിക്കറില്ല എന്നൊരു കുറവ് മാത്രമേ ഉള്ളൂ ഈ വണ്ടിക്ക്. ശരിക്കും പറയാം, ഫ്യൂവൽ ഇഞ്ചക്ഷൻ ആയതുകൊണ്ട് കിക്കറിൻ്റെ ആവശ്യം വരുന്നില്ല നമുക്ക്. ഓക്കെ, ഓണായോ? വരട്ടെ. ഗായ്സ്, അപ്പോൾ ഇനി നമുക്കൊന്ന് ജസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് ആയിട്ട് ഓടിച്ച് കഴിക്കാം. സ്റ്റാൻഡ് എടുത്താൽ മാത്രമേ വണ്ടി സ്റ്റാർട്ട് ആകത്തുള്ളൂ കേട്ടോ. അല്ലെ വണ്ടി സ്റ്റാർട്ട് ആകത്തില്ല. പുതിയ ടെക്നോളജി തന്നെയാണ്. അപ്പോൾ ഫ്രണ്ടിൽ ഒരു ഇതിലേക്ക് വരാം. ഫ്രണ്ടിലോട്ട് പിന്നെയുള്ളത് സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്. പിന്നെ ന്യൂട്രാക്കണമെങ്കിൽ വീണ്ടും താഴോട്ട് പോയിട്ട്
നൈസായിട്ട് ചെറുതായിട്ട് പൊക്കുക. നമ്മൾ ഓടിക്കുകയാണെങ്കിൽ പോലും നല്ല സ്മൂത്താട്ടോ, ഇരിക്കാനൊക്കെ ആണെങ്കിലും അടിപൊളിയാണ്. പിന്നെ ഫ്രണ്ടിൽ നമ്മൾ മൊബൈലിൻ്റെയൊക്കെ സ്റ്റാൻഡൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷൻ വെച്ച് തന്നെ വണ്ടി ഫുള്ളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വണ്ടിയുടെ ആ ഒരു സ്മൂത്ത് എൻ്റെ പൊന്നു മോനെ ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയാണ്. വണ്ടിയുടെ സൗണ്ട് ജസ്റ്റ് ഞാൻ കേൾപ്പിക്കാം. ഗിയറിങ്ങൊക്കെ ആണെങ്കിലും നല്ല സ്മൂത്താട്ടോ, രക്ഷയില്ല. സൗണ്ട് ഇതാണ്, ജസ്റ്റ് റേസ് ചെയ്തെന്നേ ഉള്ളൂ. ഇതൊക്കെയാണ് നമ്മുടെ പുതിയ FC-X എന്ന വണ്ടിയുടെ റിവ്യൂവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഈ വണ്ടിയുടെ മൈലേജും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാം. അപ്പം ഇതിലും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ